1965-ലെയും 1971-ലെയും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പങ്കെടുത്ത ഹവിൽദാർ ഗോപാലൻ നായർ അദ്ദേഹം ഇന്ന് ഈ വാർത്ത കണ്ടിങ്ങോട്ട് വിളിച്ചതാണ്. അദ്ദേഹത്തിന് ഇതിൽ പ്രതികരിക്കാനുണ്ട് എന്ന് അദ്ദേഹം അറിയിക്കുകയുണ്ടായി. ശ്രീ ഗോപാലൻ നായർ, രാഹുലിൻ്റെ പരാമർശം അത് സൈനികരോടുള്ള ഒരു വെല്ലുവിളി കൂടിയല്ലേ അല്ലേ? സൈന്യത്തെ അധിക്ഷേപിക്കുന്ന പരാമർശം കൂടിയല്ലേ? നമ്മുടെ ഭാരതത്തിൻ്റെ സൈന്യം ഒന്നിനും കൊള്ളില്ല എന്ന സൂചന കൂടിയല്ലേ അത്തരമൊരു പരാമർശത്തിലൂടെ അദ്ദേഹം നൽകിയത്? എങ്ങനെ നോക്കിക്കാണുന്നു ശ്രീ ഗോപാലൻ നായർ? കുറച്ച് വേദനിപ്പിക്കുന്ന മട്ടിലാണ് അദ്ദേഹത്തിൻ്റെ വർത്തമാനം ഉണ്ടായത്. ഇന്ത്യൻ പട്ടാളം വളരെയേറെ മോശമായിരിക്കുന്നു എന്നുള്ളൊരു ധാരണയാണ് അദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്നും വരുന്നത്. ഒരു പ്രതിപക്ഷ നേതാവ് രാജ്യത്തിനോട് കാണിക്കുന്നതിൽ കൂടുതൽ എന്തോ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മോശമായൊരു അഭിപ്രായമാണ് കയറിയിരിക്കുന്നത്. അത് രണ്ട് യുദ്ധത്തിൽ പങ്കെടുത്ത് 65-ലും 71-ലും യുദ്ധത്തിൽ പങ്കെടുത്ത് അത് വളരെയേറെ വിജയപ്രദമാക്കിയ ഞങ്ങൾക്ക്, അതായത് പട്ടാളത്തിൻ്റെ ചോറ് നിന്ന ഒരു പട്ടാളക്കാരന് കേട്ട് സഹിക്കാവുന്നതിൽ അങ്ങാപ്പുറമാണ്. പല പ്രാവശ്യം അങ്ങേര് ചോദിച്ചിട്ടുണ്ട്, എത്ര റൗണ്ട് വെടിവെച്ചു, ആ കണക്കൊന്ന് പറയണം, എങ്ങനെയെല്ലാമുള്ള റൗണ്ട് വെടിവെച്ചു അതിൻ്റെ കണക്കൊന്ന് പറയണം, ഏതായിരുന്നു റൗണ്ട്, എവിടെയാണ് കൊണ്ടത്. എന്താ ഈ പറയുന്നത്? ഈ പയ്യന് എന്തെങ്കിലും അറിയാമെന്നോ എനിക്കൊരു സംശയം. ഈ ആർമിയെ പറ്റി തീരെ മോശമായ ഇത്രയും വിവരക്കേടോടുകൂടി സംസാരിക്കാൻ എങ്ങനെ സാധിക്കണം? 62-ലെ യുദ്ധത്തിൽ ഞാനുണ്ടായിരുന്നില്ല. പക്ഷേ 62-ലെ യുദ്ധത്തിൽ ജവഹർലാൽ നെഹ്റുവും നമ്മളുടെ സൈന്യത്തിന്, ഏതായാലും നമ്മുടെ രാജ്യത്തിൻ്റെ അന്നത്തെ സ്ഥിതി അതായിരിക്കാം, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, ഒരു നല്ല ഡ്രസ്സ് ഉണ്ടായിരുന്നില്ല, ബൂട്ടുണ്ടായിരുന്നില്ല, ശരിക്ക് ആഹാരം പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അന്നത്തെ സൈനികരിലെ പലരും എൻ്റെ കൂടെ വീണ്ടും സർവീസ് ചെയ്ത ആൾക്കാർ പറഞ്ഞു കേട്ടുള്ളത്. ചൈനക്കാർ നല്ല ഓട്ടോമാറ്റിക് ആയുധങ്ങൾ കൊണ്ടുവന്ന് നമ്മളുടെ സൈന്യത്തെ വളഞ്ഞ് കൊയ്ത് മറ്റുള്ളവരെ ഹാൻഡ്സപ്പാക്കി കൊണ്ടുപോയി അവിടെ സുഖമായിട്ട് ജീവിപ്പിച്ച് അവർ ഇൻ്റർനാഷണൽ നിയമപ്രകാരം വളരെ ഭംഗിയായിട്ട് തന്നെ ആ പട്ടാളക്കാരെ കൊണ്ടുപോയി അവിടെ ജീവിപ്പിച്ചു. അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. തിരിച്ച് വരുമ്പോൾ ഒരേ കമ്പിളിയും ഒരേ കോട്ടും സൂട്ടും ഒക്കെ കൊടുത്താണ് അവർ വിട്ടത്. വളരെ മര്യാദയായിട്ടാണ് ചൈന ചെയ്തത്, അല്ലെന്ന് പറയാൻ പറ്റില്ല. ഞാനല്ല അതിലുണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ കൂടെ സർവീസ് ചെയ്ത ആൾക്കാർ പറഞ്ഞ വിവരങ്ങളാണ് ഞാൻ പറയണത്. 65-ലെ യുദ്ധത്തിൽ ഞാനുണ്ടായിരുന്നു. അട്ടാറിയിൽ നിന്ന്, നമ്മുടെ പാകിസ്ഥാൻ ബോർഡായ അട്ടാറിയിൽ നിന്ന് 2nd പാരച്യൂട്ട് റെജിമെൻറ്റിലാണ് ഞാൻ സർവീസ് ചെയ്തത്. ആ 50 പാര ബ്രിഗേഡ് അറ്റാക്ക് ചെയ്ത് ഇച്ചോക്ക് കനാലിൻ്റെ അടുത്ത് വരെ ചെന്നു. ഈ രാഹുൽ എന്ന ആ പ്രതിപക്ഷ നേതാവ് ഇത് അറിഞ്ഞിരിക്കണം, ഇതൊന്നും ആരും പറഞ്ഞു കേട്ടില്ലായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ വിവരിക്കുന്നത്. അവിടെ നിന്ന് അറ്റാക്ക് ചെയ്ത് പോകുമ്പോൾ ഈ കാല് മുറിയത്തക്ക വിധത്തിലുള്ള ആൻറ്റി പേഴ്സണൽ മൈൻസ് വച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട് മുട്ടുകാലിന് താഴെ വെച്ച് പോകും. ജമ്പിങ് മെയിൻ എന്ന് പറഞ്ഞ മറ്റൊരു സാധനമുണ്ട്, അതൊരു വള്ളിയുമേ കെട്ടി വച്ചിരിക്കുകയാണ്. ആ പോകുന്ന വഴിക്ക് ആ വള്ളി തടഞ്ഞാൽ അത് ജമ്പ് ചെയ്ത് മേലോട്ട് പോയാൽ 9 അടി ചതുരശ്ര വീതിയിലുള്ള എന്ത് സാധനങ്ങളും ആ ഷെല്ല് വന്ന് കീഴ്പോട്ട് പതിച്ച് അവിടെ കിടന്ന് മരിക്കും. ഇതിനെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഇച്ചോക്ക് കനാൽ വരെ പോയത്. അവിടെ ചെന്നെത്തുമ്പോഴേക്കും ഞങ്ങളുടെ ബ്രാവോ കമ്പനിയുടെ, ചാർലി കമ്പനിയുടെ 4 കമ്പനി അതിനുള്ളത്, ആൽഫ, ബ്രാവോ, ഡെൽറ്റ, അങ്ങനെ 4 കമ്പനിയിൽ ബ്രാവോ കമ്പനിയിലാണ് ഞാൻ സർവീസ് ചെയ്യുന്നത്. ചാർലി കമ്പനിയുടെ 35 ജവാന്മാർ
അത് 30 വയസ്സിനും 22 വയസ്സിനും മേലെയുള്ള ആ 30 വയസ്സിന് താഴെയും 22 വയസ്സിന് മേലെയുള്ള പയ്യന്മാർ മറാഠക്കാരായിരുന്നു. അവിടെ മരിച്ചു വീണ് കിടക്കുകയാണ്. ഈ ഇച്ചോക്ക് കനാലിൽ വരെ എത്തുമ്പോൾ അവിടെ നിന്നിട്ട് എൻ്റെ ബ്രിഗേഡിയർ നമ്പ്യാർ മലബാറുകാരനാണ്. അദ്ദേഹം പറഞ്ഞു, ഈ മരിച്ചു കിടക്കുന്ന അവിടെ കിടക്കട്ടെ, സാരമില്ല, നമുക്ക് നമ്മളുടെ കർത്തവ്യം നിർവഹിക്കാം. അതുകൊണ്ട് നമുക്ക് നേരെ ലാഹോർ പിടിക്കണം. ഇന്ത്യ ഗവൺമെൻറ്റിനോട് അതിന് അനുവാദം ചോദിച്ചു. 1.5 മണിക്കൂർ ആർട്ടിലറി ഫയർ സപ്പോർട്ട് ചെയ്താൽ ഞങ്ങൾ ലാഹോർ പിടിച്ചു തരാമെന്ന് പറഞ്ഞു. പക്ഷേ അതിനുള്ള അനുവാദം കിട്ടിയില്ല. ഇവിടുന്ന് തിരിച്ച് പറഞ്ഞ് അവിടം വരെ പോകാൻ ആരാ പറഞ്ഞത്? തിരിച്ചു വരുമെന്ന് പറഞ്ഞു. തിരിച്ചു പോരണം, പെട്ടെന്ന് വരാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ വരില്ല, ഞങ്ങളുടെ ഇങ്ങനെ 35 ജവാൻസോട് മരിച്ചു കിടന്നു, കുറേ പേരുടെ കൈയും കാലും ഇല്ലാതെ ഇരിക്കണു, ഇവിടെ വരെ വന്നിട്ട് ഞങ്ങൾ തിരിച്ചു വരില്ല എന്ന് പറഞ്ഞപ്പോൾ വരണമെന്നുള്ള നിർബന്ധം വന്നു. 90 കമാൻഡർ ഖാൻ സാബ് പറഞ്ഞു, ഇത് എൻ്റെ ഓർഡറാണ്, തിരിച്ചു വരണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് തിരിച്ചു പോരേണ്ടതായിട്ട് വന്നു. ബറ്റാലിയൻ കമാൻഡർ രാം സിംഗ് യാദവ് നമ്മളുടെ പഞ്ചാബിയായിരുന്നു, പഞ്ചാബി മുണ്ണ. അദ്ദേഹത്തിനോട് ബ്രിഗേഡിയർ നമ്പ്യാർ പറഞ്ഞു, തിരിച്ചു പോയേ പറ്റുള്ളൂ, ഓർഡറാണ് മേലെ എന്നുള്ളതെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ തിരിച്ചു പോകില്ല ഈ മണ്ണിൽ നിന്ന്, കാരണം എൻ്റെ 35 ജവാൻസോട് മരിച്ചു കിടക്കാണ്, എന്നിട്ട് ഇവിടെ വരെ വന്നിട്ട് ഞാൻ എങ്ങനെ പോകുമെന്ന് ചോദിച്ചു. നിനക്ക് പോയേ പറ്റുള്ളൂ, നമ്മൾക്ക് ഇത് അനുസരിച്ചേ പറ്റുള്ളൂ, ഇത് ഓർഡറാണ്, അതുകൊണ്ട് ദയവ് ചെയ്ത് നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. മനസ്സോടുകൂടി ഓർഡർ പാലിക്കേണ്ടതായിട്ട് വന്നു. തിരിച്ചു പോന്നു ഞങ്ങളെല്ലാവരും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, തിരിച്ചു പോകുന്ന 3 ദിവസം കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് തിരിച്ചു പോകുന്നുള്ളൊരു ചോദ്യം വന്നു. ഇന്നിപ്പോൾ നമ്മളുടെ പാർലമെൻറ്റിലും മറ്റുള്ളിടത്തൊക്കെ ഞാനിത് കാണുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ പറയണത്. എന്തുകൊണ്ട് തിരിച്ചു പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ അവിടെ ഉണ്ടായൊരു മറുപടി, ആര് പറഞ്ഞിട്ടാണ് തിരിച്ചു പോകുന്നത്, ആര് പറഞ്ഞിട്ടാണ് തിരിച്ചു പോകുന്നതെന്ന് ചോദിച്ചാൽ എന്ത് പറയാൻ പറ്റും? അങ്ങനെ ഒരു വാക്കുണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വന്നതിന് ശേഷം ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ അറിയാൻ പാടില്ലാത്ത 2nd പാരാച്യൂട്ട് റെജിമെൻറ്റിനെ ഇവിടെ വന്ന് പണിഷ്മെൻറ്റ് ബ്രിഗേഡിലേക്ക് വിട്ടു. ശ്രദ്ധിച്ചോളൂ, 65 യുദ്ധത്തിൽ ഞങ്ങൾ 7 മൈൽ പിടിച്ച് ഇച്ചോ കനാൽ വരെ ചെന്നിട്ട് ലാഹോർ പിടിക്കാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ മറുപടി തിരിച്ചു പോരാനാണ്. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ പറയണു തിരിച്ചു വരാൻ ആര് പറഞ്ഞു? ആര് പറഞ്ഞു തിരിച്ചു വരാൻ? ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. അപ്പം നിങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ അറിയാൻ പാടില്ലാത്തത് ഓടിപ്പോന്നു. ഈ 35 ജവാൻസിനെ അവിടെ കുഴിച്ചിട്ടിട്ട് ഇതെന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ പറഞ്ഞു എന്ത് ചെയ്യാമെന്ന് ഞങ്ങൾക്കറിയാൻ പാടില്ല എന്ന് പറഞ്ഞു. അവിടെ കുഴിച്ചിട്ടു. അവരുടെ കഴുത്തിൽ കിടന്ന ഡിസ്ക് നമ്പർ അത് വെട്ടിക്കൊണ്ടു പോന്നു. അത് അഴിച്ചു കൊണ്ടുവന്ന് അവരവരുടെ കുടുംബങ്ങളിലേക്ക് അയച്ചു കൊടുത്തു. പെൻഷൻ വേണമെങ്കിൽ അപേക്ഷിക്കണം പറഞ്ഞ്. ഇവിടെ നിന്ന് ഞങ്ങളെ പണിഷ്മെൻറ്റിനായിട്ട് 68 ഇൻഫൻട്രി ബ്രിഗേഡ്, ഞാനത് റെക്കോർഡ് സഹിതം പറയാണ്, അതിലേക്ക് ബക്ഷി സിംഗ് എന്ന് പറഞ്ഞൊരു ബ്രിഗേഡിയറുണ്ട്. അങ്ങേര് കാശ്മീരിൽ താമസക്കാരനാണ്. അദ്ദേഹം അവിടെ ജനിച്ചു വളർന്ന ആളാണ്. ഈ മലകളെല്ലാം പുഷ്പം പോലെ അങ്ങേർക്ക് ചാടിക്കയറാൻ പറ്റും. എന്നാൽ നമ്മളുടെ ഈ കേരളത്തിൽ സമതലത്തിൽ കിടക്കുന്ന നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്നിരുന്നാലും പട്ടാളക്കാരൻ്റെ കർത്തവ്യം എന്താണെന്ന് വെച്ചാൽ അവന് കിട്ടുന്നതായ ആ ഡ്യൂട്ടി അവൻ കർത്തവ്യബോധത്തോട് ചെയ്യുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾ ആ കർത്തവ്യബോധം നിർവഹിക്കാൻ വേണ്ടി 3 വർഷം ഈ 68 ഇൻഫൻട്രി ബ്രിഗേഡിൽ പണിഷ്മെൻ്റായിട്ട് യുദ്ധം പഠിക്കാൻ പോയി. ഞങ്ങൾ ഈ യുദ്ധം പഠിക്കാൻ പോയി. മുൻപ് പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചോളണം. ഞങ്ങളുടെ കമാൻഡർ ബ്രിഗേഡിയർ നമ്പ്യാരും ബറ്റാലിയൻ കമാൻഡർ രാം സിംഗ് യാദവും, നമ്മളുടെ ഹിന്ദി ഭാഷയിൽ പറയുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞത്, ഞാൻ മോശമായ കാര്യമാണ് പറയണത്, ഈ സൂറ്റി ആർമിയിൽ
ഇനി ഞങ്ങൾ സർവീസ് ചെയ്യില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരും രാജിവെച്ച് അവർ വീട്ടിൽ പോയി. ഞങ്ങൾ അവിടെ സർവീസ് ചെയ്തു. ഈ 3 വർഷം ഞങ്ങൾ മല കയറി ഇറങ്ങി എല്ലാ എക്യുപ്മെൻറ്റ്സും എടുത്ത് ഞങ്ങൾ രാവിലെ പോകും, വൈകുന്നേരം തിരിച്ച് ഇറങ്ങി വരും. അല്ലെങ്കിൽ ഇന്ന് പോകും, മറ്റന്നാൾ തിരിച്ചു വരും. ഇതുവരെയുള്ള സാധനങ്ങളെല്ലാം ഞങ്ങളുടെ പുറത്ത് കെട്ടി തൂക്കിയിട്ടാണ് ഞങ്ങൾ പോണത്. ഒരു പക്കാൾ വെള്ളമെടുത്ത് എൻ്റെ കൂടെ ഭോജരാജ് എന്ന് പറഞ്ഞ എൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു. പുള്ളി വളരെ സമർത്ഥനായിരുന്നു. ഒരു പക്കാൾ വെള്ളമെടുത്ത് മലയുടെ മുകളിലേക്ക് കൊണ്ടുപോകും. അത് തീരുമ്പോൾ പിന്നെ എവിടെയെങ്കിലും ഉറവുണ്ടോ എന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് വേണം വെള്ളം കുടിക്കാൻ, ഇല്ലാതെ ഈ താഴെ വരണം. അങ്ങനെ ഈ 3 വർഷം കഴിച്ചുകൂട്ടി 65-ലെ യുദ്ധത്തിൽ വിജയിച്ച ഞങ്ങൾക്ക് ഇത്ര വലിയൊരു പണിഷ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഒന്ന് ചിന്തിച്ച് നോക്കൂ അന്നത്തെ അവസ്ഥ എന്തായിരുന്നു ഉള്ളത്, എത്ര ദയനീയമായിരുന്നു. അങ്ങനെ സർവീസ് ചെയ്ത് ഞങ്ങൾ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് 70 ഡിസംബർ 12-ാം തീയതി 4:30 മണിക്കാണെന്ന് എനിക്ക് എൻ്റെ ഓർമ്മ അതാണ്. ഞങ്ങൾ ബംഗ്ലാദേശിൽ പാരച്യൂട്ടിൽ ഇറങ്ങും. പാരച്യൂട്ടിൽ ഇറങ്ങാൻ പോകുന്നതിന് മുമ്പ് ബൊട്ടാണിക്കൽ ഗാർഡനിൽ വെച്ച് ഞങ്ങളുടെ ബ്രിഗേഡിയർ മാത്യു തോമസ്, കേരളക്കാരനാണ്, അദ്ദേഹത്തിൻ്റെ ഫാദർ ഒരു മജിസ്ട്രേറ്റ് കൂടിയായിരുന്നു, നല്ലൊരു വിദഗ്ധനായ മനുഷ്യനായിരുന്നു, നല്ല രാജ്യസ്നേഹിയായിരുന്നു. അങ്ങേര് ഞങ്ങളെ ദർബാർ വിളിച്ചു. ഉടനെ തന്നെ നമുക്ക് ബംഗ്ലാദേശിൽ ഇപ്പോൾ ജമ്പ് ചെയ്യണം, സമയമായിരിക്കുന്നു. പക്ഷേ അങ്ങേര് ഞങ്ങളുടെ കൂടെ വരേണ്ടതായിരുന്നു. ഒരു ബ്രിഗേഡിയർ നഷ്ടപ്പെടും എന്നുള്ള രീതിയിൽ വന്നപ്പോൾ അദ്ദേഹത്തിനെ മാറ്റി അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് മേജർ പണ്ണുവിനെ കേണൽ പണ്ണുവാക്കി ഞങ്ങളുടെ കൂടെ അയച്ചു. അതായത് പണ്ണു സാബ് എന്ന് പറയുന്നത് പഞ്ചാബിയാണ്, ധീരനും അതിവിക്രമനുമായ ഒരു കമാൻഡറായിരുന്നു. ഞങ്ങൾക്ക് അത് മതിയായിരുന്നു. പക്ഷേ ജനറൽ തോമസ് ബ്രിഗേഡിയറാണെന്ന്, അതിനുശേഷം ബ്രിഗേഡിയർ തോമസ് പറഞ്ഞതെന്ന് വെച്ചാൽ ദർബാർ വിളിച്ചുകൊണ്ട് ഞങ്ങളോട് അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മക്കളെ, എനിക്ക് നിങ്ങളുടെ കൂടെ പോരാൻ സാധിക്കുന്നില്ല. കാരണം ഓർഡർ മറ്റേപാടാണ്. ഞാൻ വന്നാൽ ഒരു ബ്രിഗേഡിയർ അയക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള മട്ടിൽ എനിക്ക് വരാൻ ഓർഡർ ഇല്ല. ഇത്രേ പറയാൻ അങ്ങേർക്ക് സാധിച്ചുള്ളൂ. ഹർ ഹർ മഹാദേവ എന്ന് പറഞ്ഞ് കണ്ണീര് വീഴ്ത്തിക്കൊണ്ട് അങ്ങേരെ ആ സഭയിൽ നിന്ന് എണീറ്റ് പോയി. ഞങ്ങൾ പാരച്യൂട്ട് കെട്ടി ബംഗ്ലാദേശിൽ ചെന്ന് ചാടിക്കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് അല്പനേരം ഞങ്ങൾക്ക് മാർച്ച് ചെയ്യാനുള്ള സമയം കിട്ടി. 4 വശത്തേക്കും പോയി. നാനാപ്രദേശങ്ങളും ഞങ്ങളുടെ കയ്യിലായിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കോളേജിൻ്റെ അടുത്ത് ഒരു വാട്ടർ ടാങ്കിൻ്റെ അടിയിൽ കൂടി ഞങ്ങൾ പോണു. ആ വാട്ടർ ടാങ്കിൻ്റെ അടിയിൽ ചെന്നപ്പോൾ ഒരു കോളേജിലെ സിന്ദൂരം തൊട്ട കുറച്ച് കുമാരികൾ, ബ്രേസിയറും ഷഡ്ഡിയും മാത്രമുള്ളത്, തല വെട്ടി അവിടെ കിടക്കണം. ഈ നമ്മളുടെ ഈ വാട്ടർ ടാങ്കിൻ്റെ അടിയിൽ ഇതുങ്ങളുടെ എല്ലാം തല വെട്ടിയിട്ടിരിക്കുകയാണ്. അതായത് ഞങ്ങളുടെ ഉദ്ദേശത്തിൽ ഇപ്പോൾ ഞങ്ങൾ കാണുന്നത് വളരെ കാലങ്ങളോളം ഈ പാകിസ്ഥാൻ പട്ടാളം ഈ കുട്ടികളെ ഇങ്ങനെ ദുരുപയോഗപ്പെടുത്തി, പറയുമ്പോൾ വല്ലാത്ത സങ്കടമുണ്ട്. ഇത് കണ്ടതും നമ്മൾക്കുണ്ടല്ലോ മക്കളും കുടുംബമൊക്കെ, എന്തെന്നില്ലാത്തൊരു വിഷമവും ഒരു ധീരതയും ഞങ്ങളുടെ മനസ്സിൽ വന്നു. ഞങ്ങൾ 4 വശത്തേക്കും പോയി ഞങ്ങളുടെ ഡ്യൂട്ടി നിർവഹിക്കാൻ തുടങ്ങി. പിന്നെ ഒരു കൊയ്ത്തായിരുന്നു അവിടെ. ഇന്നത്തെ പോലെയല്ല യുദ്ധം, നേർക്ക് നേരെ ബയനറ്റ് യുദ്ധവും അതുപോലെ തന്നെ വെടിവയ്പ്പുമായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ അതുവരെ ഞങ്ങളുടെ പ്രയത്നം കണ്ണ് ചിമ്മാതെ ഇരുന്ന് ഈ ഭോജരാജിനെ ഞാൻ മുൻപ് പറഞ്ഞ ആൾ LMG ലൈറ്റ് മെഷീൻ ഗണ്ണ് നമ്പർ 1-ഉം ഞാൻ 2-ഉമായിരുന്നു. ഞങ്ങളവിടെ നോക്കുന്ന അവസ്ഥ രാവിലെ നോക്കുമ്പോൾ ഒരു 23 പേര് പാകിസ്ഥാൻ പട്ടാളക്കാർ ഞങ്ങളുടെ മുൻപിൽ നിരന്ന് മരിച്ചു കിടപ്പുണ്ട്. എങ്ങനെ ഞങ്ങൾ രക്ഷപ്പെട്ടു എന്നുള്ളത് ഭഗവാൻ കൃഷ്ണന് മാത്രമേ അറിയാവൂ. അന്നത്തെ ദിവസം ആ രാത്രി അതായിരുന്നു. ഈ
മരിച്ചു കിടക്കുന്നവരെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അത്ഭുതം തോന്നി. ഞങ്ങൾ കാരണം എന്ന് വെച്ചാൽ രാത്രി സമയത്ത് ക്രോസ് ഫയറിംഗ് ആണ്, ഞങ്ങൾക്ക് ആളെ കണ്ട് വെടിവെക്കാൻ പറ്റില്ല. എങ്കിലും ഫയർ നടന്നുകൊണ്ടിരുന്നു. രാവിലെ നോക്കുമ്പോൾ 23 ശവങ്ങൾ ഒരു പട്ടാളക്കാരനെ മറ്റൊരു പട്ടാളം കെട്ടിപ്പിടിച്ചും കൂടി കിടക്കുന്നുണ്ടായിരുന്നു മരിച്ചപ്പോൾ. അത് അവരുടെ വാത്സല്യം. പക്ഷേ ഡ്യൂട്ടി നിർവഹിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഗോപാലൻ നായർ ഒന്ന് ചുരുക്കാം, നമുക്ക് ഈ മറ്റ് അതിഥികളിലേക്ക് കൂടി പോവേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാനൊരു ഇടവേള എടുത്തോട്ടെ. ഇടവേള എടുത്ത ശേഷം താങ്കൾക്ക് ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ടാവും, അത് മനസ്സിലാക്കുന്നു. പട്ടാളക്കാർ എനിക്ക് ധാരാളം അന്ന് അനുഭവിച്ച യാതനകളാണ് താങ്കളിപ്പോൾ തുറന്ന് പറയുന്നത്. അത് ഈ രാഹുലിനെ പോലുള്ളവർക്ക് ഒരുപക്ഷെ അത് ഉൾക്കൊള്ളാൻ വലിയ ബുദ്ധിമുട്ടാകും. എത്ര ത്യാഗം സഹിച്ചാണ് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്നത് എന്നതൊക്കെ അത് പഠിക്കേണ്ടതുണ്ട്, അടുത്ത് അറിയേണ്ടതുണ്ട്. ശരിയാണ്. അതുകൊണ്ട് താങ്കളുടെ ഈ തുറന്ന പറച്ചിൽ അത് പുതുതലമുറയിലുള്ളവരും അത് കേൾക്കട്ടെ, അവരുൾക്കൊള്ളട്ടെ, രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവും മനസ്സിലാക്കട്ടെ. ഇത്രയും പോരാടിയതിന് ശേഷമാണ് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്ന് നന്നായിട്ട് അറിയാം. മാത്രമല്ല മറ്റ് നമ്മുടെ അയൽ രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ രാജ്യത്തെ സംരക്ഷിച്ചതും നമ്മുടെ പട്ടാളക്കാരാണ്, ജവാന്മാരാണ്. അതുകൊണ്ട് വലിയൊരു സല്യൂട്ട് നൽകുന്നു ഞാൻ.